അത് ആ സ്ത്രീക്ക് ഒതുങ്ങിയിരിക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നതാണ്. ഞാൻ വെജിറ്റേറിയൻ ആവണോ, അല്ലെങ്കിൽ ഞാൻ അവിടെ ഒരു സെലിബസി പാലിക്കണോ? പരദേവത നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ സ്ഥലം പോകുമ്പോൾ ദോഷം പോകുമായിരുന്നെങ്കിൽ പിന്നെ പരദേവത നമ്മുടെ ഈ പറഞ്ഞ പോലെ പരദേവത പോകുമായിരുന്നെങ്കിൽ പരദേവതയുടെ ദോഷം കൂടി മാറണ്ടേ. കഴിക്കാൻ തയ്യാറായിട്ട് വന്നാൽ ഇതെല്ലാം എടുത്തു കൊടുക്കണം. കാവിന് തന്ത്രിയൊന്നും വേണ്ട. സ്വയം രക്ഷിക്കാനായിട്ട് കഴിവില്ലാത്തതുകൊണ്ടാണോ കാവുകൾ നശിച്ചു പോയത്? ഇനി യോഗ്യത ഉള്ളത് ഇത് പറയേണ്ട ആവശ്യമുള്ളൂ. യോഗ്യരല്ലാത്ത റൂമിൽ ഒരു കാര്യം ഡിസ്ക്ലോസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ വീട്ടിലൊരമ്മ അങ്ങനെ കണ്ടാൽ മതി. നിങ്ങളെന്തായാലും കഴിക്കുന്നതൊക്കെ തന്നെ അവരും കഴിക്കും. ഈ നാസ്തികവാദത്തിൻ്റെ ധാരാളം കാര്യങ്ങൾ അങ്ങിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ ഇന്നലെ തന്നെ ഒരു അശ്വതി അവിടെ കാവുതിണ്ടൽ കടന്ന സ്ഥലത്ത് ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ റീല് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു വിദേശ വനിത ആവേശം വന്ന ഒരു ഇത്, അതിനടിയിൽ മാനസികമായിട്ടുള്ള അസുഖമാണെന്ന് പറഞ്ഞ് ക്ലാസ് എടുക്കുന്നവരാണ് ഇപ്പോഴും ഉണ്ട്. അത് വ്യത്യസ്തമായി കാണാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോഴും ആൾക്കാർ കാണുന്നുണ്ട്. അല്ല നോക്കൂ, ഞാൻ പറയുന്നത് ഈ ദേവതാവേശം ഭൂതാവേശം ഇത്തരം വിഷയങ്ങളിൽ ഞാനൊരു നേരത്തെ ചിന്തിച്ചിരുന്നൊരു കാലത്ത് എനിക്കിതിനെ ഉൾക്കൊള്ളാൻ വയ്യായിരുന്നു. ഞാനിതൊക്കെ ദൈവം കയറി തുള്ളുന്ന ഇടപാടൊക്കെ ഇങ്ങനെ കാണിച്ചിരുന്ന ആളാണ്. അതിന് കാരണം വെച്ചാൽ നമ്മുടെ അനുഭവങ്ങൾ കൊണ്ടാണ്. അതല്ലാതെ ഒഴിപ്പിക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷേ ഇത്തരത്തിൽ ഈ പല ആളുകൾക്കും ദേവതകളോടൊത്ത് സഹജീവനമുണ്ട്. അവർ ദേവതയുടെ കൂടെ ജീവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത്തരം അനുഭവങ്ങളുണ്ട്. അവരുടെ അനുഭവങ്ങളെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എൻ്റെ അനുഭവങ്ങളെ ഞാൻ സത്യമായിട്ട് എടുത്തിട്ടാണല്ലോ ഞാൻ മുന്നോട്ട് പോകുന്നത്. സ്മൃതി യുക്തി അനുഭവം സത്യം ഇതാണല്ലോ പറയുന്നത്. എൻ്റെ അനുഭവത്തെയാണ് ഞാൻ സത്യമായിട്ട് എടുക്കുന്നതെങ്കിൽ അവരുടെ അനുഭവത്തെ സത്യമായിട്ട് മാനിക്കാനുള്ള ഒരു മിനിമം മര്യാദ ഞാൻ കാണിക്കണ്ടേ? എനിക്കതിൽ വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ള പിന്നത്തെ വിഷയമാണ്. അവരവരുടെ അനുഭവമാണ് പറയുന്നതെങ്കിൽ അത് സത്യമായിട്ട് തന്നെ മനസ്സിലാക്കി സത്യമാണെന്ന് കരുതിക്കോണം. കാരണം വൈക്കം പ്രദേശത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു ദേവീക്ഷേത്രത്തിലെ ഈ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്നതിൽ ഏറ്റവും പ്രശസ്തനായിരുന്നൊരു വെളിച്ചപ്പാടിനെ എനിക്കറിയാം. ഞാനെപ്പോഴും എന്നും ഈ ഗുരുക്കന്മാരെയൊക്കെ സ്മരിക്കുന്ന കൂട്ടത്തിൽ സ്മരിച്ചു പോകുന്ന ഒരാൾ. കാരണം മന്ത്രോപദേശം ഒന്നും തന്നിട്ടില്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ ഓർക്കാൻ കാരണം. വെളിച്ചപ്പാടാണ്. എല്ലാ ദിവസവും ഗുരുതി ഒക്കെ കഴിക്കുന്ന ആളാണ്. ദേവതാവേശം ഉണ്ടായി വെട്ടുകയൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം സാധാരണ പോലെ ജീവിക്കണം. അപ്പം എൻ്റെ ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട്, ഈ മന്ത്രസിദ്ധി വരുത്താനൊക്കെ പറ്റും. എങ്ങനെയാണ് അദ്ദേഹത്തിന് ടോൺ? മന്ത്രസിദ്ധി വരുത്താനൊക്കെ പറ്റുള്ളൂ. പക്ഷെ ദേവതയുടെ കൂടെ എങ്ങനെ ജീവിക്കും? അതാണ് വെളിച്ചപ്പാട്. അതുകൊണ്ട് അതിനെ തള്ളിപ്പറയേണ്ട ആവശ്യമില്ല. പക്ഷേ അയോഗ്യരായിട്ടുള്ള ആൾക്കാർ നിന്ന് തുള്ളും. ഇപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ദേഹത്ത് കൊടുങ്ങല്ലൂരമ്മ വരും. ഞാൻ ചോദിച്ചു, നിൻ്റെ യോഗ്യത എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂരമ്മ വരാനുള്ള നിൻ്റെ യോഗ്യത എന്താണ്? നിന്റെ മനസ്സിലാകുന്ന അറിവിൽ ഞാൻ കാണുന്നില്ല. എന്തൊക്കെയാണോ ഉള്ളിലുള്ളത് പറഞ്ഞു ഏൽപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നതാണ്. അപ്പം അത്തരത്തിലുള്ള ആൾക്കാരോട് നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ടില്ലെന്നല്ല, പക്ഷേ തത്വത്തിൽ അവരുടെ അനുഭവങ്ങളെ സത്യമായിട്ട് തന്നെ കണക്കാക്കുകയാണ് നല്ലത്. കാവ് സംബന്ധിയായി ഇപ്പോൾ നാസ്തികരെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ചോദ്യത്തിലേക്ക് പോയത്. കാവിനെ പറ്റി ചോദിക്കുമ്പോൾ ഇപ്പോൾ അങ്ങ് പോയി പലയിടത്തുനിന്നും കാവുകളുടെ പുനരുദ്ധാരണം ചെയ്യുന്നു. ഇതുകൊണ്ട് നമ്മുടെ പുതിയ സമൂഹത്തിന്, പുതിയ കാലത്തെ കുട്ടികൾ ചോദിക്കുന്നത്, സ്വയം രക്ഷിക്കാനായിട്ട് കഴിവില്ലാത്ത കൊണ്ടാണോ കാവുകൾ നശിച്ചു പോയത്? അവിടെ ഇരുന്ന ആ കാവിനെ സംബന്ധിക്കുന്ന ദേവതമാർക്കോ സ്വയം രക്ഷിക്കാൻ കഴിവില്ലാത്ത കൊണ്ടാണോ നശിച്ചു പോയതെന്നൊക്കെയാണ് പുതിയ കാലത്തെ കുട്ടികൾ ചോദിക്കുന്നത്. അവരോട് അങ്ങ് എന്താണ് പറയുക? അതിപ്പോൾ മരിച്ചു പോകുന്ന ആളുകളല്ലേ, സ്വയം തന്നെ മരിച്ചു പോകുന്ന ആളുകളല്ലേ ഈ മരണത്തിൻ്റെ രഹസ്യം അന്വേഷിച്ച് റിസർച്ച് ചെയ്യുന്നത്? അതെ, 100%. സ്വയം രോഗം വരുന്ന ഡോക്ടറല്ലേ മറ്റുള്ള രോഗികളെ ചികിത്സിക്കുന്നത്? ദേവത പറഞ്ഞിട്ടുണ്ടോ ഞാൻ നശിക്കില്ല എന്ന്? എല്ലാ ദേവതയ്ക്കും നാശമുണ്ട്. അതിൻ്റെ കാലയളവ് കഴിയുമ്പോൾ ദേവതകൾക്ക് നാശം വരും. പക്ഷെ നാശത്തിൽ നിന്ന് നമുക്ക് നമ്മൾ പുനരുദ്ധരിച്ച് നിർത്തേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ്. എനിക്ക് ഇതുകൊണ്ട് ആവശ്യമുണ്ടെന്നേ. ഇപ്പം നിങ്ങളൊരു സ്ഥലത്ത് വനപ്രദേശത്ത് നിങ്ങൾ ഒരു അഗ്നി കൂട്ടി കത്തിച്ചു. ആ അഗ്നിയുടെ ജ്വാല അവിടെ നിൽക്കുന്നിടത്തോളം കാലം വന്യമൃഗങ്ങളുടെ ആക്രമണം നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങളെ രക്ഷിക്കുന്ന ആരാണ്? ആ അഗ്നിയാണോ? അത് കെടാണ്ട് നോക്കേണ്ട ആരാണ്? നമ്മൾ തന്നെയാണ്. അപ്പോൾ സ്വയം രക്ഷിക്കാൻ ശേഷിയില്ലാത്ത അഗ്നിയാണോ നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? പരസ്പര ആശ്രിതത്വം. നിങ്ങൾ അങ്ങോട്ട് ധർമ്മോ രക്ഷതി രക്ഷിത. ധർമ്മത്തെ നിങ്ങൾ രക്ഷിക്കുമ്പോൾ ധർമ്മം നിങ്ങൾ രക്ഷിക്കും. മണ്ടൻ ചോദ്യമാണ്. സ്വയം മന്നം ചെയ്യാൻ ശേഷിയില്ലാത്ത മണ്ടന്മാരാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. ഇപ്പോൾ നിലവിൽ കേരളത്തിൽ ഒരു കുലദൈവങ്ങളുടെ അതിനെ തേടി പോകുന്നവരുടെ, അല്ലെങ്കിൽ പഴയ പോലെ നമ്മുടെ സിസ്റ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ഒരു സർജ് പോലെ, ഒരു തള്ളിക്കയറ്റം പോലെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ പലരും
ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നോട് ചോദിച്ചത്, എടാ വീട്ടിൽ ക്ഷേത്രമാക്കി മാറ്റിയതാണ് ഒരു കാലത്ത്, അവിടെ ധാരാളം ദേവതമാരുണ്ട്, എനിക്കൊരു വിളക്ക് വയ്ക്കാൻ പോലും പലപ്പോഴും പറ്റുന്നില്ല, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, എന്ത് ചെയ്യും? ഞങ്ങൾ കാവ് പുനരുദ്ധരിച്ചു കഴിഞ്ഞിട്ട് പറയുന്നൊരു ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എല്ലാവരും വിളിച്ചിട്ട്. നിങ്ങളുടെ കുടുംബത്തിൽ എന്നൊരാൾ പൂജ കഴിക്കാൻ തയ്യാറായിട്ട് വരുന്നു, അന്ന് നിങ്ങൾ പൂജ കഴിക്കണം. അതുവരെ ഞാൻ വേണ്ടു. എൻ്റെ ജോലി ഇപ്പം നിങ്ങൾ എന്നെ ജോലി ഏൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു തരും. നിങ്ങൾക്ക് പൂജ കഴിക്കാൻ പറ്റുന്നില്ല, ആ പൂജ ഞാൻ കഴിക്കുന്നുള്ളൂ. പ്രതിഷ്ഠ കഴിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, ആ പ്രതിഷ്ഠ ഞാൻ പഠിച്ച മാധ്യമം ഉപയോഗിച്ച് സങ്കേതം ഉപയോഗിച്ച് ഞാൻ ചെയ്തു തരുന്നുണ്ട്. അവിടെ എസ്റ്റാബ്ലിഷ് ആവുന്നുണ്ട്, ആ ഊർജ്ജത്തെ എസ്റ്റാബ്ലിഷ് ആക്കി തരുന്നുണ്ട്. അതിൻ്റെ കാലാതീതമായ എല്ലാ കാലത്തുള്ള സർവീസിങ് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളിപ്പോൾ ചെയ്യാൻ നിങ്ങൾക്ക് ആളില്ലാത്തതിൻ്റെ പേരിലാണ് ഞാൻ ചെയ്തു തരുന്നത് താത്കാലികം. ഇപ്പോൾ അവിടെയുള്ള കുട്ടികളോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ പഠിച്ച് 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികൾ പഠിച്ച് ഒരു 10ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴേക്കെങ്കിലും പഠിച്ച് കഴിക്കാൻ തയ്യാറായിട്ട് വന്നാൽ ഇതെല്ലാം എടുത്തു കൊടുക്കണം. കാവിന് തന്ത്രിയൊന്നും വേണ്ട, കാവിന് തന്ത്രിയുടെ ആവശ്യമൊന്നുമില്ല. തന്ത്രി എന്ന് പറഞ്ഞ സങ്കല്പം വേറെ. കാവിന്റെ ആചാര്യൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ തറവാട്ടിലെ ആള് തന്നെയാണ്, കാരണവരാണ് കാവിന്റെ ആചാര്യൻ. അപ്പം ആ കാവിലുള്ള ഒരാൾ അത് ചെയ്യാൻ തയ്യാറായിട്ട് വരുന്നത് വരെ നമുക്ക് റോളുള്ളൂ. അതായത് ഈ കാവിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ആ വീട്ടുകാർ തന്നെയാണ്, ആ കുടുംബക്കാരാണ്. അതിന്റെ കാവിന്റെ പൂർണ്ണമായ അവകാശികളും അവരാണ്. ആദ്യകാലത്തെ പ്രതിഷ്ഠ കഴിച്ചതും ഈ തറവാട്ടിലെ തന്നെ ഒരു കാരണവരായത് വെച്ചിരിക്കുന്നത്. അതിൽ ഈ എത്രയോ ഒരു പുഷ്കലമായ കാലഘട്ടമാണ്. ഈ യോഗീശ്വരന്മാരും മന്ത്രമൂർത്തികളും ഒക്കെ അവിടെ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ പറ്റി ചിന്തിച്ചാൽ മതി. അക്കാലത്ത് അവർ പല ആവശ്യങ്ങൾക്ക് വേണ്ടി വെച്ച കാവുകളാണ്. അവർക്ക് പൂർവികരമായിട്ട് ഗുരുപരമ്പരകളിൽ നിന്ന് കൈമാറിയതോ പൂർവികർ കൈമാറി കൊടുത്തതായിട്ടുള്ള കാവുകളാണ്. അപ്പോൾ അതിൻ്റെ ആചരണം ശരിക്കും ആരാ ചെയ്യേണ്ടത്? അത് കുടുംബക്കാർ തന്നെയാണ് ചെയ്യേണ്ടത്. അത് ചെയ്യാൻ ആളില്ലാതെ വരുമ്പോഴാണ് വേറൊരാളെ ഏൽപ്പിക്കുന്ന സാഹചര്യം വരുന്നതും പിന്നീട് അത് കുളമാകുന്നതും. അപ്പോൾ അവരവർക്ക് തന്നെ അറിയാമെങ്കിൽ അവരവർ ചെയ്യാണ് നല്ലത്. നമ്മൾ പ്രതിഷ്ഠ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട്, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ കഴിക്കാൻ തയ്യാറായാൽ, പഠിക്കാൻ തയ്യാറായാൽ വരൂ, പറഞ്ഞു കൊടുക്കാം, എന്നിട്ട് നിങ്ങൾ തന്നെ കഴിച്ചു. കാവിൻ്റെ തന്ത്രിയായിട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാവിന് ഒരു സങ്കടം കാവിനുണ്ടാകുമ്പോഴാണ് നമ്മൾ ഇടപെടേണ്ട ആവശ്യം. അല്ലാതെ വർഷത്തിൽ ഞാൻ തന്നെ പൂജ കഴിച്ചോണം അങ്ങനെയൊന്നുമില്ല. കുലദൈവങ്ങളുടെ എല്ലായിടത്തും ഇതേപോലെ തന്നെയാണോ അതോ കാവിൽ മാത്രമാണോ? ഒട്ടുമിക്ക കുലദേവതകളും അങ്ങനെ തന്നെയാണ്. പിന്നെ അത് കുടുംബക്കാർ ആചരിച്ചിരുന്നതാണ്. പഴയതും വാമാചാരത്തിലൊക്കെ പൂജിച്ചിരുന്ന ഭഗവതിമാരൊക്കെ ഇപ്പോൾ മാറി. ഇപ്പം നമ്മൾ ഈ ദക്ഷിണാചാരത്തിലൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ ഒരു സമ്പ്രദായ വ്യത്യാസം അത് എന്നായാലും ഒരു ദോഷം ചെയ്യുന്നൊരു സംഗതി തന്നെയാണ്. അത് വേണ്ടാത്തതാണ്, പാടില്ലാത്തതാണ്. പക്ഷെ ചില സമയത്ത് നമുക്കത് ചെയ്യേണ്ടതായിട്ട് വരും. പലരും അങ്ങ് പറഞ്ഞ ഈ നാസ്തികതയുടെ ആധിക്യം വന്ന കാലഘട്ടത്തിൽ ഇപ്പോൾ മച്ചില ദേവി ഉണ്ടായിരുന്നത്, ഭുവനേശ്വരി പീഠം ഉണ്ടായിരുന്നതൊക്കെ എടുത്ത് പുറത്തോട്ട് വെക്കുക, പിന്നീട് ക്ഷേത്രമാവുക, പിന്നീട് നോക്കാതാവുക, ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് തിരിച്ചു വെക്കാനായിട്ടുള്ള പല ആൾക്കാരുടെയും സംശയം, തിരിച്ചു ഉള്ളിലേക്ക് വെക്കുമ്പോൾ നമ്മൾ അവിടെ ഇപ്പോൾ വളരെ ബാലിശമായ സംശയം, ഞാൻ വെജിറ്റേറിയൻ ആവണോ, അല്ലെങ്കിൽ ഞാൻ അവിടെ ഒരു സെലിബസി പാലിക്കണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മളിൽ നിന്ന് ഭിന്നമല്ല അവരെ, നമ്മളിൽ നിന്ന് ഭിന്നമാണെന്ന് നമ്മൾ കാണുന്നതുകൊണ്ടാണ് അത് കുഴപ്പമില്ല. നമ്മുടെ വീട്ടിലൊരു മുത്തശ്ശി, നമ്മുടെ വീട്ടിലൊരമ്മ, അങ്ങനെ കണ്ടാൽ മതി. നിങ്ങളെന്തായാലും കഴിക്കുന്നതൊക്കെ തന്നെ അവരും കഴിക്കും, അങ്ങനെ കണ്ടാൽ മതി. അത്തരത്തിൽ വാമാചാരത്തിലൊക്കെ പൂജിച്ചിരുന്ന ദൈവമാർക്ക് പിന്നെ എന്താണ് അതിന് ശുദ്ധാശുദ്ധങ്ങളൊക്കെ നോക്കേണ്ട ആവശ്യം? അത് ശുദ്ധാശുദ്ധങ്ങളുണ്ടില്ലെന്നല്ല, പക്ഷേ ഈ നിവേദ്യ വസ്തുക്കളിലെ ഭക്ഷണത്തിലൊന്നും ശുദ്ധാശുദ്ധമൊന്നുമില്ല. പലയിടത്തും ഈ പീരീഡ്സ് ആകുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് അങ്ങനെയുള്ള വ്യവസ്ഥയുണ്ടല്ലോ ഇപ്പം. കൃത്യമായി അത് മുറികളിലല്ലേ എല്ലാവരും കഴിയുന്നത്. അടുക്കളയിൽ ഇടപെടാതിരിക്കുക, അത് അവരവർക്ക് വിധിച്ച മുറിയും ബാത്റൂമും ഒക്കെ ഉപയോഗിക്കുക. ആ കാലം പീരീഡ്സ് എന്ന് പറഞ്ഞ ഒരു ദോഷമോ അല്ലെങ്കിൽ കുറ്റോ അശുദ്ധിയോ ഒന്നും അല്ല. അത് ആ സ്ത്രീക്ക് ഒതുങ്ങിയിരിക്കാനുള്ളൊരു അവസരം കൊടുക്കുന്നതാണ്. കാരണം മെൻ്റലി സ്ട്രെസ്ഡ് ആയിരിക്കും, ഇറിറ്റേറ്റഡ് ആയിരിക്കും. ആ സമയത്ത് അവർ ഒതുങ്ങി മാറി അവരുടെ ഇഷ്ടത്തിന് ഇരിക്കട്ടെ, വായിക്കട്ടെ, പഠിക്കട്ടെ. അതാണ് ഇപ്പം. പിന്നെ വെളിയിൽ പോയി ജോലി ചെയ്യുന്നവർക്ക് അതൊന്നൊരു വിഷയമല്ല. അല്ല നമ്മുടെ നാട് കടന്ന് പലയിടത്തും ആ സമയത്തും ക്ഷേത്രത്തിൽ പോലും അങ്ങനെ പോകാൻ പറ്റുന്ന കുറേ ക്ഷേത്രങ്ങളുണ്ടെന്ന് പറഞ്ഞു കേട്ടു. പിന്നെ ഇപ്പോൾ നമ്മൾ ഒരിടത്തൊരു കാവുണ്ട്, അത് കുറച്ച് ക്ഷയിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അവരാദ്യം ചെയ്യേണ്ടത് എന്താണ്? അത് പുനരുദ്ധരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യം ചെയ്യേണ്ടത് ആ കുടുംബക്കാരെല്ലാവരും കൂടി അതത് തറവാട്ടിൽ അല്ലെങ്കിൽ എവിടെയാണ് ആ സങ്കേതത്തിൽ ഒത്തുകൂടി നല്ല ഒരു ചാണകം മെഴുകി ശുദ്ധമാക്കിയ ഒരു തറയിൽ നല്ലതുപോലെ ഒരു നെയ്വിളക്ക് കത്തിച്ച് വെച്ച്, 2 തിരി മതി, കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഒരു നെയ്വിളക്ക് കത്തിച്ച് വെച്ച് അവിടെ ഒരു തൂശനിലയിൽ എന്തെങ്കിലും നിവേദ്യ വസ്തുക്കൾ, ഒരു കിണ്ടി വെള്ളം, കുറച്ച് ചുവന്ന പുഷ്പങ്ങൾ, ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം ഒരുക്കി വെച്ച് അവർ ആദ്യമേ ആ കുടുംബക്കാരെല്ലാവരും കൂടി ഒരു പ്രാർത്ഥന ചെയ്യുക. അതായത് ഞങ്ങൾ പൂർവികർ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ
തെറ്റുകൾക്ക് പരിഹാരമായിക്കൊണ്ട് ഞങ്ങളിപ്പോൾ ചെയ്യുന്ന ഈ ആരാധന സ്വീകരിച്ച് ഭഗവതി അല്ലെങ്കിൽ ദേവത അല്ലെങ്കിൽ നാഗങ്ങൾ നാഗദൈവങ്ങൾ ഞങ്ങളിൽ പ്രസാദിച്ചിട്ട് ഇനി മുന്നോട്ടുള്ള വഴി കാണിച്ചു തരണം എന്ന് ഒരു പ്രാർത്ഥന അവിടെ ചെയ്യുക ആദ്യം. അതിനുശേഷം ഉത്തമനായിട്ടുള്ള ഒരു ജ്യോതിഷനെ ഒരു ദൈവജ്ഞനെ കണ്ടെത്തി വന്നുപോയ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വന്നുപോയത് അത് നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം ഒരു ഉത്തമനായിട്ടുള്ള ഒരു യോഗ്യനായൊരു ആചാര്യനെ കണ്ടെത്തി ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരവും പ്രതിഷ്ഠയും കൂടി ചെയ്യിക്കണം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ കാരണവന്മാരാരെങ്കിലും പുനരാചരിക്കാനുള്ള ഇനിയുള്ള ആചരണത്തിനുള്ള വിദ്യ വഴി എന്താണെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കി അതത് തറവാട്ടുകൾ തന്നെ അത് ആചരിക്കുക. ഇത്രേ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഭഗവതി എത്ര കണ്ട് നമ്മളോട് എന്താ പറയുക താപത്തിലാണോ അത്ര കണ്ട് പ്രസാദിക്കുകയും ചെയ്യും. അതുകൊണ്ട് മുന്നോട്ടിറങ്ങിയാൽ ഒരു പദം മുന്നോട്ട് വയ്ക്കുമ്പോൾ 100 പദം ഭഗവതി മുന്നോട്ട് വയ്ക്കും, ഇങ്ങോട്ട് വരും. ഇപ്പം ഈ അങ്ങ് പറഞ്ഞതിൽ ഈ നമ്മുടെ സമൂഹത്തിലുള്ള കുറേ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഉത്തമനായ ജ്യോതിഷൻ എന്ന് പറയുന്നതും ഉത്തമനായ ആചാര്യൻ എന്ന് പറയുന്നതും പലപ്പോഴും പലർക്കും ചോദ്യചിഹ്നമാണ്. ഇപ്പം നമ്മുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് നല്ലത് കിട്ടും എന്ന് വിചാരിച്ച് ചെയ്യാമെന്ന് കരുതാം, അങ്ങനല്ലേ? സാധാരണഗതിയിൽ നമ്മളൊരു നറുക്കെടുക്കായി തന്ത്രിയെ തീരുമാനിക്കുന്ന പോലെ തന്നെ നമുക്ക് ദേശത്ത് അറിയപ്പെടുന്ന ജ്യോതിഷന്മാർ നല്ല കൊള്ളാവുന്ന ആളുകൾ അവരിൽ ആരാണ് ഇതിന് യോഗ്യെന്ന് ദേവത തന്നെ തീരുമാനിക്കട്ടെ എന്ന് കരുതി ഒരു കുടത്തിൽ നമ്മൾ ഇട്ടിട്ട് ഒരു കുട്ടിയെ കൊണ്ട് എടുപ്പിക്കുകയാണ് സാധാരണ പതിവ്. അപ്പോൾ അത് കിട്ടുന്ന ആരാണോ അദ്ദേഹത്തെ വിളിക്കുകയാണ് പതിവ്. തന്ത്രിയെ ആചാര്യനെ തീരുമാനിക്കേണ്ടത് അങ്ങനെ തന്നെയാണ്. ആചാര്യനെ തീരുമാനിക്കേണ്ടത് ഇപ്പോൾ കണ്ട ജ്യോത്സ്യനാണ് ഒഴിവ് നോക്കേണ്ടത്. ആര് കഴിച്ചാൽ ഈ ക്രിയകൾ ഭംഗിയാകുമെന്ന് ഒഴിവ് നോക്കണം. അല്ലാതെ അയാളുടെ ഇല്ലപ്പേരും അയാളുടെ മറ്റേ സർട്ടിഫൈഡ് സർപ്പ പൂജക്കാരനാണോ അല്ലെങ്കിൽ വരുന്നത് മറ്റേ എന്താ പറയുക ഇന്നോവയിലാണോ, കൂടെ 50 പേര് പരികർമ്മികളുണ്ടോ, നല്ല വെളുത്ത ആപ്പിൾ പോലെ ഇരിക്കുന്നുണ്ടോ, അതൊന്നും നോക്കിയിട്ടല്ല ആചാര്യനെ തീരുമാനിക്കേണ്ടത്. ആചാര്യൻ എന്ന് പറഞ്ഞാൽ ആചാര നിബദ്ധനായിട്ടുള്ള ആളായിരിക്കണം, തപോനിഷ്ഠനായിട്ടുള്ള ആളായിരിക്കണം, ഇത് ചെയ്യാനുള്ള ശേഷി വേണം. അത് ഉള്ള ഒരാളെ ധൈര്യമായി ഏൽപ്പിക്കാം. അയാളുടെ ജാതിയും മതവും നോക്കിയിട്ടല്ല ഈ ആചാര്യനെ തീരുമാനിക്കേണ്ടത്. ആചാരൻ ശേഷിയുള്ള ആളായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇത് കഴിക്കുന്നതോട് കൂടിയിട്ട് നമുക്കും ഗുണമുണ്ടാവണം, അദ്ദേഹത്തിനും ഗുണമുണ്ടാവണം, ദേവതകൾ പ്രസാദിക്കുകയും വേണം. ഇതാണ് അതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത്. ആദ്യം ഒഴിവ് കണ്ട ജ്യോത്സ്യനെ കൊണ്ട് തന്നെ ഒഴിവ് നോക്കിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഒരു കാരണവശാലും ബയസ്ഡ് ആവരുതെന്ന് ജ്യോത്സ്യനോട് പറയുകയും വേണം. അല്ലെങ്കിൽ ഞാൻ ഇന്നയാളെ നോക്കിയാലോ, അത് വേണ്ട, ഞങ്ങൾ കുറച്ച് പേരെ തീരുമാനിച്ചിട്ടുണ്ട്, അതിലാരെങ്കിലും ഒരാളെ നോക്കി പറയും, കിട്ടിയില്ലെങ്കിൽ അങ്ങ് പറയുന്ന ആളെ നോക്കാം. കാരണം ചില ആൾക്കാരെ ചിലർ നോക്കിയാൽ അപ്പോൾ ഒഴിവ് കിട്ടും, പക്ഷെ കിഴിവ് കിട്ടൂല, പ്രതിഷ്ഠിക്കാൻ കിഴിവുണ്ടാവില്ല, ഒഴിവ് നന്നായിട്ട് കാണിക്കും. മനസ്സിലായി? അപ്പോൾ അത് വേണ്ട, ഒഴിവും കിഴിവും ഉള്ള ഒരാളെ നോക്കി തീരുമാനിക്കുക. ഈ കാവുകളുടെ സങ്കല്പത്തിൽ നമുക്ക് കൂടുതലും ഭഗവതിമാരുടെ കാവുകളാണല്ലോ ഉള്ളത്. ഹനുമാൻ സ്വാമിയുടെ കാവ്, ശാസ്താവിന്റെ കാവ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതും ഇതേ ചിട്ടയിൽ തന്നെയാണ്. എല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മൾ ധർമ്മദേവതയായിട്ട് ആചരിക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണ്. വടക്കോട്ട് പോയ വേട്ടക്കരനുണ്ടല്ലോ, ഉണ്ട്. ഇല്ലങ്ങളിലും തറവാടുകളിലും ഒക്കെ രഹസ്യമായി ആചരിക്കുന്നുണ്ട്. അതല്ലാതെ പരസ്യമായിട്ട് ക്ഷേത്രമായിട്ട് തന്നെ വെച്ച് ആചരിക്കുന്നുണ്ട്. അതാത് പദ്ധതികളനുസരിച്ച് ചെയ്യുക. ഈ വേട്ടക്കരനൊക്കെ നേരത്തെ വെളിച്ചപ്പാടുമാരുണ്ടായിരുന്നു. വെളിച്ചപ്പാടുമാർ ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോൾ അവിടുത്തെ തന്ത്രിമാർ തന്നെ വെളിച്ചപ്പാടായി ചെയ്തിട്ടുണ്ട് വേട്ടക്കരന്. വടക്കോട്ട് പോയാൽ ഒരുപാട് നമ്പൂതിരി ഇല്ലങ്ങൾ വേട്ടക്കരൻ്റെ വെളിച്ചപ്പാടായിട്ടുണ്ട്. കാരണം മുമ്പ് എന്ന് പറഞ്ഞാൽ കാറകുറ എന്ന് പറയുന്ന ഒരു കുടുംബത്തിലെ ഒരാളായിരുന്നു, ഒരു നായർ കുടുംബത്തിലെ അദ്ദേഹമാണ് വെളിച്ചപ്പാട്, ആ കുടുംബത്തിലെ ആളായിരുന്നു. അത് പിന്നീട് ഈ വേട്ടക്കാരൻ ഈ ഒരു കുടുംബം മാത്രമേ ഉള്ളൂ. മറ്റു വെളിച്ചപ്പാടുമാരുടെ കുടുംബങ്ങളൊക്കെ അന്യം നിന്ന് പോയി, ആളില്ലാത്ത അവസ്ഥ ഉണ്ടായി. അങ്ങനെ വന്ന സമയത്ത് തന്ത്രിമാർ തന്നെ ഈ വേട്ടക്കരമ്പാട്ട് മുട്ടാതിരിക്കാൻ വേണ്ടി തന്ത്രിമാർ തന്നെ വെളിച്ചപ്പാടായി. അങ്ങനെ ഈ നമ്പൂരിമാർ തന്നെ വെളിച്ചപ്പാടായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. തന്ത്രിയും വെളിച്ചപ്പാടും ഒരാളായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അത് ആ മൂർത്തിയോടുള്ള അവരുടെ സ്നേഹമാണ്, അറ്റാച്ച്മെൻ്റ് ആണ്. അല്ലെങ്കിൽ അവരങ്ങനെ ഒരു ഉദ്യമത്തിന് ചാടിക്കയറിയത്. കാരണം ഇത് കുറച്ച് കായികാഭ്യാസം വേണ്ട പരിപാടിയാണ്. വേട്ടക്കരമ്പാട്ടൊക്കെ 12,000 നാളികേരമൊക്കെ ഉടയ്ക്കണം, കണ്ടിട്ടുണ്ട്. എറിഞ്ഞ് തന്നെ പൊട്ടിക്കണം. അപ്പം കുറച്ച് നാൾ നമ്മളൊരു 4 എറിഞ്ഞ് നോക്കുക, അപ്പോൾ അറിയാൻ എൻ്റെ ബുദ്ധിമുട്ട് എന്നാന്നുള്ളത്. അപ്പോഴാണ് 12,000 എണ്ണെന്ന് ആലോചിക്കണം. കുറച്ച് ആരോഗ്യവും ശേഷിയുള്ള ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. തിരുമേനി, പല കുടുംബങ്ങളിലും ധർമ്മദൈവം അല്ലെങ്കിൽ പരദൈവം എന്നുള്ള അറിയില്ല എന്നുള്ള അവസ്ഥയുണ്ട്. പലയിടത്തും അറിയാം, നമുക്ക് എവിടെയാണെന്ന് അറിയാം, പക്ഷെ അവിടെ ഒരു തറ പോലെയോ അല്ലെങ്കിൽ പണ്ടൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു, കാവുണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഉള്ളത് നമ്മൾ ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി നോക്കുമ്പോഴാണ് പറയുന്നത് നിങ്ങൾ അത് പോയി ആചരിക്കണം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ കയ്യിലില്ലാത്ത സ്ഥലത്തോ നമുക്ക് ഒന്നും ചെയ്യാനാവാത്ത പല സാഹചര്യങ്ങളിലും വന്ന് പെടുന്നുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ ഒരു കുടുംബത്തിന് എന്ത് ചെയ്യാനാവും? പത്മമിട്ടിട്ടുള്ള നിവേദ്യങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യാം. പത്മമിട്ട് പൂജ ചെയ്യാം, അതാണ് ഏറ്റവും നല്ലത്. അവനോട് തന്നെ ചെയ്യുകയാണെങ്കിൽ അവനോട് തന്നെ ചെയ്യാം.
അതല്ലെങ്കിൽ ഒരാളെ കൊണ്ട്, നല്ലൊരു ഉത്തമനായിട്ടുള്ള ഒരാളെ കൊണ്ട് തന്നെ ചെയ്യിക്കാം, പത്മമിട്ട് സേവിക്കുക. അപ്പോൾ അത് കുറച്ച് വർഷം അത് ചെയ്ത് കഴിയുമ്പോൾ പതിയെ 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 അതിനുള്ള വഴി തെളിഞ്ഞു വരും. നമുക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാം, ഫ്ലാറ്റുകളിലോ അവനവൻ്റെ വീട്ടിൽ ചെയ്യാം. അവൻ്റെ വീട്ടിൽ പരദേവത ഉപാസന, പരദേവത നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ സ്ഥലം പോകുമ്പോൾ ദോഷം പോകുമായിരുന്നെങ്കിൽ പിന്നെ പരദേവത നമ്മുടെ ഈ പറഞ്ഞ പോലെ പരദേവത പോകുമായിരുന്നെങ്കിൽ പരദേവതയുടെ ദോഷം കൂടി മാറണ്ടേ? അതെ, സ്ഥലം വിട്ടപ്പോൾ നമ്മുടെ ഇത് പോകണ്ടതല്ലേ? യുക്തിയാണ്. അങ്ങനെ പോയില്ലല്ലോ. നമ്മൾ ഫ്ലാറ്റിലോട്ട് മാറിയപ്പോഴും ദുരിതം ഫ്ലാറ്റിലോട്ട് തന്നെ വന്നില്ല. അപ്പോൾ പിന്നെ ആചരണം ഫ്ലാറ്റിലായാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ പല പുതിയ കാലത്ത് ഞാൻ കൂടുതലും സ്ത്രീകൾ അത് പറയുന്നത് കേട്ടിട്ടുണ്ട്. അവർക്ക് ഈ ബലി കൊടുക്കുക, അല്ലെങ്കിൽ കോമരത്തിൻ്റെ ആചാരങ്ങൾ, വെളിച്ചപ്പാട് തുള്ളുക, ഇതൊക്കെ അവർക്ക് ഭയമാണ്. അപ്പോൾ അവർ കുറച്ചുകൂടെ പശുഭക്തി പോലുള്ള ഭാഗവതം വായിക്കുക, അല്ലെങ്കിൽ വളരെ വെളുത്തിരിക്കുന്ന രീതിയിലുള്ള ഭക്തിയാണ് ഇവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ അവരിത് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും? പലരും ഇതൊരു കാടൻ രീതിയാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എങ്ങനെ അവരെ നമുക്കൊന്ന് എഡ്യൂക്കേറ്റ് ചെയ്തെടുക്കാൻ പറ്റും? പശുക്കളെ സാറിന് തല്ലിയാണ് നേരെയാക്കാറ്, അല്ലാതെ പശുക്കളെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ പശുവിനെ കൂട്ടിക്കയറ്റണമെങ്കിൽ 2 അടി കൊടുത്താലേ കയറുള്ളൂ. അതതിന് മാർഗമുള്ളൂ. അത് ഒന്നെങ്കിൽ ഭഗവതിയായിട്ട് തന്നെ അടിച്ചോളും, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ആചാര്യൻ ആ സ്ഥാനത്ത് വന്നിട്ട് 2 അടി കൊടുക്കുമ്പോൾ അത് കയറിക്കോളും. അല്ലാതെ പശുക്കളെ നേരെയാക്കാൻ പറ്റില്ല. ഞാനിവിടെ ഒരു വടി വെച്ചിട്ടുണ്ട്, പശുക്കളെ തല്ലി ഓടിക്കാൻ വെച്ചിരിക്കുന്നു. ഇത് സാധാരണ പലവിധ ആസ്ട്രോളജേഴ്സ് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇവർ ചോദിക്കുന്നത് വെച്ചാൽ, ഇത് എൻ്റെ കാർണവന്മാരായിട്ട് അന്നത്തെ ആവശ്യത്തിന് വെച്ച കാവാണല്ലോ, ഇപ്പം ഞങ്ങളുടെ ആവശ്യങ്ങൾ വേറെയാണ്, ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് പുരോഗതി ഉണ്ടാവണം, പല കാര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ അത് തന്നെ തുടരണോ, പുതിയതായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? പിന്നെ വീണ്ടും അതിന് ആ ദേവതകൾക്ക് ഇതുപോലെ തന്നെ കാരണവന്മാരെല്ലാം കൂടി അതേ ദേവതകളെ കൊണ്ട് തന്നെ ഇതൊക്കെ സാധിക്കും. ഇത് സർവ്വകാലത്തേക്കും കൂടി ഉള്ളതാണ്. ഭഗവതി ഐശ്വര്യവും എല്ലാം തരുന്ന. പണ്ട് നിങ്ങൾക്ക് കൃഷിയുള്ള കാലത്ത് കൃഷി നന്നാക്കാനാണ് ഭഗവതിയുടെ ഉദ്ദേശം എങ്കിൽ, ഇന്ന് നിങ്ങൾ അതിന് പകരം നിങ്ങൾ ജോലി ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് പ്രൊമോഷൻ വേണം എന്നുള്ളതും ഭഗവതിക്കറിയാം. നമ്മളവിടെ പറയണ്ടു, നമ്മുടെ കാര്യം പറയണം, അതിന് പറയാനത് വെച്ചിരിക്കണം. അല്ലാതെ എൻ്റെ കാര്യമെല്ലാം അറിയാവോ എന്നൊക്കെ ചോദിക്കേണ്ട ആവശ്യമില്ല. തൻ്റെ കാര്യം പറയണം അവിടെ. അതും ഒരു ചോദ്യമാണ്. ദേവിക്ക് അറിയാലോ എല്ലാം എന്ന് പറയുന്ന ഒരു പ്രകൃതി. ദേവിക്ക് അറിയാത്ത എന്തെങ്കിലും ഉണ്ടോ? ദേവി അറിയാത്ത ഒന്നുമില്ല. പ്രൊമോഷൻ കൊടുക്കണോ കൊടുക്കേണ്ടത്, ജോലി കിട്ടണോ കിട്ടേണ്ടത്, ഇതെല്ലാം ദേവിയുടെ കസ്റ്റഡിയില്ല. പക്ഷേ എൻ്റെ ആവശ്യം ഇതാണെന്ന് തന്നെ പറയണം, അപ്പോഴല്ലേ അവിടെ നടക്കുള്ളൂ. ചോദിക്കാതെ ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയ ചരിത്രമുണ്ടോ? ഇല്ല ഇല്ല. കുഞ്ഞുങ്ങൾക്ക് പാല് പോലും കൊടുക്കാറില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ ചോദിച്ചാലേ കിട്ടത്തുള്ളൂ. അതേപോലെ ഈ പുതിയ കാലഘട്ടത്തിൽ, നാസ്തികത വ്യാപിച്ച പുതിയ കാലഘട്ടത്തിൽ ആൾക്കാർ വിശ്വസിക്കാത്ത ഒരു കാര്യമാണ് ഈ കൂടോത്രത്തിൻ്റെയും മന്ത്രവാദത്തിൻ്റെയും ഭാഗം. ഇപ്പം ഇവർ പറയുന്ന അത്തരത്തിൽ ദൂരത്തിരിക്കുന്ന ഒരു ശക്തിക്ക് നമ്മളെ വധിക്കാനാവുമെങ്കിൽ നമ്മൾക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കാമല്ലോ എന്ന് പറയുന്ന ധാരാളം കേട്ടിട്ടുണ്ട്. നമ്മൾക്കതൊരു വിശ്വാസം ഉള്ളവന് അതൊരു മണ്ടൻ സംശയമായി തോന്നാം. പക്ഷെ വ്യാപകമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇത് പ്രചരിക്കുന്ന ഒരു കാര്യമാണ്. സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിലൊക്കെ അത്ര ഒരു കാര്യമില്ല. ഇപ്പോൾ കണ്ണേൽക്കുക, അല്ലെങ്കിൽ ഒരു ബാധ വരിക, ഇത്തരം കാര്യങ്ങളില്ല എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമുക്കൊരു പുതിയ കാലഘട്ടത്തിലെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഉള്ള ഒരാളോട് ഇതൊന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുക? വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അവരുടെ പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ. കാരണം ഇവരെല്ലാം ചിന്തിക്കുന്നത് മാറ്ററിനെ വെച്ചിട്ടാണ്. മാറ്ററല്ല, ഇതൊക്കെ ഊർജ്ജമാണെന്ന് മനസ്സിലാക്കണം, എനർജിയാണെന്ന് മനസ്സിലാവണം. ഊർജ്ജത്തിന് സ്ഥലകാല പരിമിതിയൊന്നുമില്ല, മനസ്സിലായില്ലേ? ഇപ്പോൾ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം 8 മിനിറ്റാണ് ലൈറ്റിന്. പക്ഷേ അതിലും കോൺഷ്യസ് ആയിട്ടുള്ള മനസ്സിന് അതുപോലും വേണ്ട. സത്യം. ഇപ്പോൾ കോൺഷ്യസ് ആയിട്ടുള്ളൊരു ഊർജ്ജത്തിന്, അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയുക, സൂക്ഷ്മമായ വസ്തുക്കൾക്ക് ഒരു തരത്തിലും മാധ്യമം ആവശ്യമില്ല. ഇപ്പം മുമ്പ് നമുക്ക് ശബ്ദത്തെ വെളിച്ചമാക്കി മാറ്റാൻ പറ്റും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമായിരുന്നോ? ഇല്ല. ഇപ്പോൾ ഓപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ വന്നില്ലേ? വന്നു. ശബ്ദത്തെ വെളിച്ചാക്കുന്നു, വെളിച്ചത്തെ തിരിച്ച് ശബ്ദമാക്കുന്നു. നമുക്ക് പറ്റാത്ത കാര്യം എന്താണ്? മാറ്ററിനെ നമുക്ക് ലൈറ്റ് ആക്കാനോ മാറ്ററിനെ സൗണ്ട് ആക്കാനോ നമുക്ക് പറ്റിയിട്ടില്ല. മാറ്ററിനെ സൗണ്ട് ആക്കുന്ന ടെക്നോളജിയാണ് ധനുർവിദ്യ. ധനുർവിദ്യയിൽ ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ മാറ്ററായിട്ട് മാറുവാണ്, അസ്ത്രമായിട്ട് മാറുവാണ് ചെയ്യുന്നത്. ആ ശബ്ദങ്ങളെ കൊണ്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നാളെ ഒരു കാലത്ത് അത് ഉണ്ടായി കഴിയുമ്പോൾ അത് സത്യമായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നത് പോലെയുള്ളൂ. എല്ലാ പ്രാവശ്യവും ബിയോണ്ട് ദ ഫിസിക്സ് വരുന്നതിനെ മെറ്റാഫിസിക്സ് ആയിട്ട് കണക്കാക്കും. ഫിസിക്സിന് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പം മെറ്റാഫിസിക്സ്. ഒരു കാലത്ത് ഗ്രാവിറ്റി മെറ്റാഫിസിക്സ് ആയിരുന്നു. മേ ബി ഒരു 17-ാം നൂറ്റാണ്ടിലൊക്കെ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ മെറ്റാഫിസിക്സ് ആണ്. ഇപ്പോൾ അത് ഫിസിക്സായി. നമ്മൾ ശാസ്ത്രമൊക്കെ കണ്ടുപിടിച്ചു എന്താണെന്ന്. ഇപ്പോൾ ഓറ എന്ന് പറയുന്ന സാധനം, പ്രഭാമണ്ഡലം, പ്രഭാവലയം, മാഗ്നറ്റിക് ഫീൽഡ്, ഇതൊക്കെ ഒരു കാലത്ത് മെറ്റാഫിസിക്സ് ആയി. ഇപ്പോൾ അത് ഫിസിക്സായി. അപ്പോൾ ഫിസിക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആധുനിക ഭൗതിക ശാസ്ത്രം അംഗീകരിക്കുന്നതിനെ ഫിസിക്സ് ആയിട്ട് പറയുന്നു.
അവരുടെ പിടിക്ക് അവരുടെ പുറത്തുള്ളത് പിടിക്ക് വെളിയിലുള്ളതെല്ലാം മെറ്റാഫിസിക്സ് metaphysics ആയിട്ട് പറയും. അതിൽ കാര്യമൊന്നുമില്ല. അവർ വലുതായി വരട്ടെ. അപ്പം മെറ്റാഫിസിക്സ് എന്താ, ഈ പറഞ്ഞ സാധനങ്ങളുടെ എല്ലാം തന്ത്രത്തിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്നുള്ള അന്നേരം മനസ്സിലാവും. പിന്നെ ആർക്കെങ്കിലും കൃത്യമായിട്ടുള്ള റിസർച്ചിന് താല്പര്യമുണ്ട്, റിസർച്ച് ചെയ്തോ. ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇറാഖുമായിട്ടുള്ള യുദ്ധം അമേരിക്ക വന്ന സമയത്ത് US മിലിറ്ററി ബേസ് ആദ്യം ചെയ്ത് അവരുടെ ഒരു ഇറാഖിൻ്റെ ഒരു റേഡിയോ സ്റ്റേഷനെ പിടിച്ചെടുക്കുക ചെയ്ത്. ആ റേഡിയോ സ്റ്റേഷൻ പിടിച്ചത് എന്തിനാണെന്ന് അവർക്ക് പോലും അറിയില്ല. അത്ര ഇറാഖ് ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്നാണ് പിടിച്ചത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഫ്രീക്വൻസീസ് അവർ പമ്പ് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ വേണേൽ സെർച്ച് ചെയ്തതൊക്കെ, ഞാൻ വെറുതെ പറയുന്നതല്ല. ഇറാഖ് സോൾജേഴ്സിൻ്റെ മനസ്സ് ചഞ്ചലപ്പെട്ടു പോയി. അവർ കീഴടങ്ങേണ്ടി വന്നു. ശബ്ദത്തിന്റെ ഒരു ഫ്രീക്വൻസി വെച്ച് നിങ്ങൾക്ക് ആരെയും കൺട്രോൾ ചെയ്ത്, നിസ്സാര കാര്യമല്ലേ. മൊസ്കിറ്റോ റിപ്പല്ലർ അതെ അതെ കാണുന്നുണ്ടോല്ലോ? ഇല്ല ഇല്ല. ചെറിയൊരു ഫ്രീക്വൻസിയിൽ കൊതുക് പറക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരു റീല് പട്ടികളെ ഓടിക്കുന്നു, ഓടിക്കുന്നത് കണ്ടിട്ടുണ്ട്. ചെറിയൊരു സ്വിച്ച് ഇടുമ്പോൾ പട്ടി ഓടിക്കളയും. നമുക്ക് പറ്റില്ല, ചില ഫ്രീക്വൻസീസ് നമുക്ക് പറ്റത്തില്ല, നമ്മളിറങ്ങി ഓടിക്കളയും. അല്ല, ലൗഡായിട്ടുള്ള ഒച്ച നമുക്ക് തന്നെ. ലൗഡ് വേണ്ട, അല്ലാത്ത തരത്തിൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള സാധനം പോയാലും മതി. അപ്പം എല്ലാ സാധനങ്ങളും കണ്ടാലേ വിശ്വസിക്കുള്ളൂ എന്ന് പറയുന്നവനാണ് ഏറ്റവും വലിയ മണ്ടൻ. കാരണം അവനവൻ ഉണ്ടായി വന്നവൻ വളർന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല. പിന്നെ ഞാനെങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യത്തിന് ആരെങ്കിലും ഉത്തരം ചോദിക്കാറുണ്ടോ? അമ്മയോട് ചോദിക്കാറുണ്ടോ ഇത് ഒറിജിനൽ തന്നെയാണോ, ഗർഭപാത്രത്തിൽ തന്നെ വന്നാണോ, അതോ വേറെ വല്ലയിടത്തുനിന്ന് വന്നാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്ന് പറയുന്ന പോലെ തന്നെ അതിസൂക്ഷ്മമായ വിഷയങ്ങൾക്ക് പലതിനും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇപ്പോൾ പറ്റിയല്ല. സയൻസിൻ്റെ ഭാഷയിൽ, നമ്മുടെ ഭാഷയിൽ എല്ലാത്തിനും എക്സ്പ്ലനേഷൻ ഉണ്ട്. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത്രയും താഴത്തെ നിലവാരത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും. കാരണം അവരിങ്ങോട്ട് കയറിയിട്ടില്ല. അവരടുത്ത സ്റ്റെപ്പ് വയ്ക്കട്ടെ. ഇപ്പം തന്നെ നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഈ ക്യാമറ ഇവിടുന്ന് അപ്രത്യക്ഷമായി എന്ന് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാൽ ഇവിടെയുള്ള പല യുക്തിവാദികളും നാസ്തികരും ഇതിനെ കളിയാക്കും. പക്ഷേ ഇത് ഒരു ക്വാണ്ടം ഫിസിക്സ് പഠിച്ച ഒരാളാണെങ്കിൽ അയാൾ ഇതിനെ സാധ്യതയുണ്ടെന്ന് പറയും, ഇല്ലേ? കാരണം മാറ്റർ എന്ന് പറയുന്നത് എനർജിയുടെ മാനിഫെസ്റ്റേഷൻ മാത്രമാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ തിരിച്ചതിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്താൽ അതിനെ ഫിസിക്കൽ ഫോമിലൂടെ കാണാൻ പറ്റത്തില്ല. എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്താൽ നമുക്കതിനെ ലൈറ്റാക്കി മാറ്റാം, അല്ലെ സൗണ്ടാക്കി മാറ്റി നമുക്ക് ട്രാവൽ ചെയ്യിപ്പിക്കാം, തിരിച്ചവിടെ കൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യിപ്പിക്കാം. ഇപ്പം അത്രയും കൂടി ഇനി വരാനുള്ളൂ. അത് വന്നു കഴിയുമ്പോൾ ഈ കമ്മ്യൂണിക്കേഷനും ട്രാവലിങ്ങും എല്ലാം മാറും. നിന്നപ്പോൾ ഈ കസേരയിലിരുന്ന് നേരെ ഫിലാഡൽഫിയയിൽ പോയി നമ്മൾ ലോഞ്ച് ചെയ്യും. മനസ്സ് പോകുന്ന വേഗത്തിൽ അവിടുന്ന് തിരിച്ചിങ്ങോട്ടും വരും, പുറകോട്ടും മുമ്പോട്ടും ട്രാവൽ ചെയ്യും. 1950 ഒക്കെ ട്രാവൽ ചെയ്യും, തിരിച്ച് 2050 ട്രാവൽ ചെയ്യും. കാലത്തിനതീതമായിട്ട് നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. ലൈറ്റിൻ്റെ വേവ് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ സ്പീഡിലേക്കെങ്കിലും മിനിമം എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇതൊക്കെ വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല, ഇതൊക്കെ റിസർച്ച് ഉള്ളതല്ലേ ഇതിനകത്തൊക്കെ. അപ്പോൾ പണ്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതിനകത്ത് കാര്യമൊന്നുമില്ല. പണ്ടുണ്ടായിരുന്നിരിക്കാം, നമുക്ക് ലോസ്റ്റ് ടെക്നോളജി ആവും ചിലപ്പോൾ. അത് നമുക്ക് അറിഞ്ഞുകൂടാ ടെക്നോളജി ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാന്നുള്ളൂ. ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ ഫിസിക്സിൻ്റെ ആപ്ലിക്കേഷൻ പറഞ്ഞല്ലോ. തന്ത്ര വളരെ കാര്യമായിട്ട് ഫിസിക്സിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നതിനെ പറ്റിയിട്ട് ധാരാളം പേര് ഇന്ത്യക്ക് അകത്തും പുറത്തുള്ളവർ റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൽ തന്നെ ജോമെട്രി നമ്മുടെ തന്ത്രയുടെ കൂടെ തന്നെ യന്ത്ര എന്നുള്ള പേരിൽ വളരെ വലിയൊരു ശാഖയാണ്. അപ്പോൾ പല വിധത്തിലുള്ള യന്ത്രങ്ങൾ പലയിടത്ത് സ്ഥാപിച്ച് കാണുന്നുണ്ട്. തന്ത്രത്തിനെ ഏതൊക്കെ വിധത്തിലാണ് ഈ യന്ത്രങ്ങൾ പിന്തുണയ്ക്കുന്നത്? അല്ലെ, യന്ത്രം എന്ന് പറയുന്നത് മന്ത്ര, തന്ത്ര, യന്ത്ര എന്നുള്ളത് ശക്തിയുടെ ഒരു 3 ഫോമാണ്. അപ്പോൾ യന്ത്രം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പ്രവർത്തനത്തെ ലഘൂകരിക്കുന്നത് എന്തോ അത് യന്ത്രം. അപ്പം എനിക്ക് സൂക്ഷ്മതലത്തിൽ ജലത്തിൻ്റെ സാന്നിധ്യം വരുത്തണമെങ്കിൽ ഞാൻ വൃത്തം വരച്ചാൽ മതി, അതിനുള്ളിൽ ജലത്തിൻ്റെ സാന്നിധ്യമായിരിക്കും. സൂക്ഷ്മതലത്തിൽ ഞാനൊരു ത്രികോണം വരച്ചു വെച്ചാൽ സൂക്ഷ്മമായിട്ട് അതിനുള്ളിൽ അഗ്നിയുടെ സാന്നിധ്യം ഉണ്ടാവും. ഞാനൊരു പിരമിഡ് ഫോമിൽ ഒരു സാധനം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ 3 ഡയമെൻഷനായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ 4 വശത്തും ത്രികോണം ആയതുകൊണ്ട് അതിനുള്ളിൽ അഗ്നിയുടെ സാന്നിധ്യം ഉണ്ടാവും. അതിനുള്ളിൽ വെക്കുന്ന സാധനം പ്രിസർവ്ഡ് ആയിരിക്കും, പെട്ടെന്ന് കേടാവില്ല. ഒക്കെ സാധാരണ നിയമങ്ങളാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ ജോമെട്രിക്കൽ ഫോമിലേക്ക് നമ്മളൊരു വസ്തുവിനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അത് ഉപയോഗിച്ച് പല വസ്തുക്കളും ചെയ്യാൻ പറ്റും, പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുണ്ടാകുന്ന ഊർജ്ജം അതല്ല, നമ്മൾ സാധാരണ കാണുന്ന മാതിരി ആയിരിക്കില്ല. പ്രത്യേകത ഒരു ദേവതയുടെ സങ്കല്പത്തിലേക്കോ ദേവതയുടെ രൂപത്തിലേക്കോ നമുക്ക് യന്ത്രത്തെ മാറ്റാനായിട്ട് ഒരു വിഷമവും ഇല്ല. പഞ്ചഭൂതങ്ങളുടെ പിക്ചറൈസേഷൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം, അതിൽ നിന്ന് നമുക്ക് ബാക്കിയൊക്കെ ചെയ്യാൻ പറ്റും. തിരുമണി, ഇന്ന് ഇപ്പോൾ നമ്മൾ മന്ത്ര, തന്ത്ര, യന്ത്ര 3 ഭാഗങ്ങളുടെയും അത് നമ്മുടെ നിത്യജീവിതത്തിൽ കുലദൈവ ഭാവത്തിലും കാവുകളുടെ ഭാവത്തിലുള്ള കാര്യങ്ങളെ പറ്റി സംസാരിച്ചു. അങ്ങയുടെ അഭിപ്രായത്തിൽ ഇന്ന് നമ്മുടെ ഈ ഭാരതദേശത്തിൽ നിലനിൽക്കുന്നതിൽ എത്തരത്തിലാണ് ഇത് 3 ഉപയോഗിച്ച് നമുക്ക് കുറേ മുന്നേറാനാവുക? അതായത് ഇപ്പം അങ്ങ് പലവിധ കാര്യങ്ങൾ അതിൻ്റെ സ്പർശിച്ചു പോയി. ഇപ്പോൾ ഉള്ള ജനതയിലേക്ക് കുറെ കൂടി ആൾക്കാരിലേക്ക് എത്തിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാനാവും? അല്ല, ഒന്നെങ്കിലും നിങ്ങൾ ബ്ലൈൻഡായിട്ട് തന്നെ നമ്മുടെ പഴയ സംസ്കൃതി എഴുതിയിരിക്കുന്ന എന്തോ അത് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ റിസർച്ച് വേണം.
അതിൽ സംശയമുള്ളവർ റിസർച്ച് ചെയ്യുക. ഇപ്പം ഞാനിപ്പോൾ വേദവ്യാസൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഞാനത് വിശ്വസിക്കും. എനിക്ക് വ്യാസന വിശ്വാസമാണ്, ഭഗവാനെ വിശ്വാസമാണ്. ഗീതയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഭഗവാൻ പറഞ്ഞിരിക്കുന്നു, ഭഗവാനെ എനിക്ക് വിശ്വാസമാണ്. ഭഗവാൻ പറയുന്നത് ഞാൻ അതുപോലെ ഉൾക്കൊള്ളുകയാണ്. നിങ്ങൾക്ക് വിശ്വാസമില്ല, നിങ്ങൾക്ക് തർക്കം ഉണ്ടെങ്കിൽ നിങ്ങൾ തർക്കിച്ച് ഒരു സത്യത്തിലേക്ക് കൊണ്ടുപോകാം. ഓപ്ഷനുണ്ട് അല്ലേ? തർക്കത്തിന് എപ്പോഴും അവസരം കിടപ്പുണ്ട്. പക്ഷെ തർക്കിച്ച് നിങ്ങൾ സത്യം കൊണ്ടുവരണം. അപ്പോൾ ആ ലെവലിൽ നിങ്ങൾക്ക് റിസർച്ച് വേണം, പഠിക്കണം. ബേസ് ലെവലിൽ ഇത്തരം കാര്യങ്ങളെപ്പറ്റി പഠിക്കാതെ എവിടെയെങ്കിലും കടത്തിണ്ണയിലിരുന്ന് വീഡിയോ വലിച്ചതിന് ഇത് തെറ്റാണെന്ന് വിളിച്ച് പറയണതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. അത് ഏത് പൊട്ടനും പറ്റുന്ന പരിപാടിയാണ് അല്ലേ? മന്ത്രോപാസന ശരിയല്ല, മന്ത്രത്തിൽ സിദ്ധിയൊന്നും വരില്ല. മന്ത്രം ജപിച്ചാൽ ഫലവും ഇല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു മന്ത്രത്തെ ഉപാസിക്ക് സിദ്ധി വരുത്ത്, എന്നിട്ട് മന്ത്രം ജപിച്ച് നോക്ക്, എന്നിട്ട് ഫലിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാം. ഇപ്പോൾ തർക്കത്തിന് വേണ്ടി വരുന്ന ഇപ്പം പല പ്രോഗ്രാമുകളിലും ജ്യോതിഷം, തന്ത്രം, ഇത്തരം വിഷയങ്ങളിൽ തർക്കത്തിന് കുറേ ജ്യോതിഷന്മാരുണ്ടാവും, തന്ത്രിമാരിപ്പുണ്ടാവും. ഓപ്പോസിറ്റ് ഇരിക്കുന്നവൻ തന്ത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ഗ്രന്ഥം കൈകൊണ്ട് പോലും തൊട്ടാത്തവനാ, അവൻ തർക്കിക്കാനിരിക്കുന്നത്. അവന് മനസ്സിലാവില്ല. എങ്ങനെ മനസ്സിലാവും? ഇവൻ പറയുന്നത് ഇത് മണിപ്പൂരി, അവൻ പറയുന്നത് ആസാമി ആയിരിക്കും, നടുക്ക് നിൽക്കുന്നവൻ മലയാളിയായിരിക്കും. മോഡറേറ്റർ മറ്റേ എന്തോ ചാനൽ, ശ്രീകണ്ഠനാരുടെ ചാനലിലൊക്കെ കാണാം. 24 അവിടെ വെറുതെ പോയി കുറേ ഈ പൊട്ടന്മാരുടെ ഇടയ്ക്ക് ആട്ടം കാണുന്ന മാതിരി കുറേ പേര് പോയി ഇരുന്നിട്ട് എന്നും ചീത്ത കേട്ടിട്ട് വരും എന്ന്. കാരണം ഇത് തെളിയിക്കാൻ പറ്റില്ല. ഇത് ഇവരുടെ മുമ്പിൽ, ഈ മണ്ടന്മാരുടെ മുമ്പിൽ തെളിയിക്കാനുള്ളതോ അവരുടെ മുമ്പിൽ കാണിക്കാനുള്ളതോ അല്ല ഈ സാധനങ്ങളൊന്നും തന്നെ. ഇനി യോഗ്യത ഉള്ളത് ഇത് പറയേണ്ട ആവശ്യമുള്ളൂ. യോഗ്യരല്ലാത്തവരുടെ മുമ്പിൽ ഒരു കാര്യവും ഡിസ്ക്ലോസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇതുകൊണ്ട് നമുക്ക് എന്താ പറയുക, നമുക്ക് ഇതുകൊണ്ട് ബെൻസാർ മേടിക്കാനോ സമ്പാദിക്കാനോ ഒന്നും ഉദ്ദേശമില്ലാത്ത സ്ഥിതിക്ക് നമ്മുടെ പണി മാത്രം കൃത്യമായി ചെയ്തു പോവുക. നോക്കൂ, പരദേവത ഉപാസനയും അവനവൻ്റെ പിതൃക്കളുടെ കാര്യങ്ങളും ചെയ്തു പോകാത്ത ഒരു കുടുംബങ്ങളും നേരെ പോവില്ല. ഒരു വ്യക്തികൾക്കും ഉപാസനയോ അനുഷ്ഠാനമോ ചെയ്യാൻ പറ്റില്ല. ഒരു പിതൃബലിയെങ്കിലും മുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗണപതിനേദ്യം കഴിക്കാനുള്ള യോഗ്യത പോലും ഇല്ലാത്തതുകൊണ്ടാണ് പിതൃബലികളിലൊന്നും ഗണപതിനേദ്യം പോലും ഇല്ലാത്തത്. അപ്പം അതായത് ഒരു ബലി മുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുണ്യാത്തിന് പോലും ഇരുത്തരുതെന്ന് നമ്മൾ പറയുന്നത് അല്ലേ? അതിന് കാരണം എന്താണ്? അവന് യോഗ്യത നഷ്ടപ്പെടുവാണ്. അപ്പം അതുകൊണ്ട് പരദേവതയും പിതൃക്കളെയും നോക്കാത്തവൻ എന്ത് ഗുരുവായൂർ പോയി വഴിപാട് കഴിച്ചാലും ആരും രക്ഷിക്കാനുണ്ടാവില്ല. നിങ്ങളെ ഏതെങ്കിലും ഒരു ദേവത നിങ്ങളെ ഞാൻ രക്ഷിച്ചോളാം എന്ന് നിങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഒറ്റ ആളേ ഉള്ളൂ, അത് നിങ്ങളുടെ പരദേവതയാണ്. വേറെ ഒരു ദേവതയും നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഞങ്ങൾ രക്ഷിച്ചോളാം എന്ന്. പറഞ്ഞിട്ടുണ്ടോ? പത്മനാഭസ്വാമി പറഞ്ഞിട്ടുണ്ടോ ഞാൻ രക്ഷിച്ചേക്കാം? ശബരിമല അയ്യപ്പനും പറഞ്ഞിട്ടില്ല നിങ്ങളെ രക്ഷിക്കുക. ശബരിമല അയ്യപ്പൻ മൊത്തത്തിൽ കേരളദേശത്ത് രക്ഷിക്കുന്നുണ്ട്, ആ കൂടെ നിങ്ങളെ രക്ഷിക്കും. പക്ഷേ നിങ്ങളെ സ്പെസിഫിക് ആയിട്ട് രക്ഷിക്കുക എന്ന് പറഞ്ഞ ഒറ്റ ആളേ ഉള്ളൂ, അത് നിങ്ങളുടെ പരദേവതയാണ്. ആ പരദേവതയെ വിട്ട് കളഞ്ഞിട്ടും ഈ 500 അമ്മമാരെ കൊണ്ടുവന്നിട്ട് എന്ത് കാര്യം? മൂകാംബികയിൽ കൊണ്ട് സ്വർണ്ണക്കിരീടം കൊടുത്തു, ചോറ്റാനിക്കരയിൽ സ്വർണ്ണത്താലി കൊടുത്തു, ശബരിമലയെ കൊണ്ടുപോയി വടികെട്ടി സ്വർണം കൊടുത്തു. ഇങ്ങനെ കിലോ കണക്കിന് അവിടെ എവിടെയും കൊടുത്താലും അവനവൻ്റെ പരദേവതയ്ക്ക് ഒരു കരിക്ക് എത്തി കൊടുക്കാൻ സാധ്യതയില്ലെങ്കിൽ പറ്റില്ലെങ്കിൽ, ഞാനീ പറഞ്ഞ വൈക്കത്തെ കേസിൽ 8 ലക്ഷം രൂപ മേടിച്ചുകൊണ്ടുപോയി, എന്നിട്ട് ഇതെല്ലാം നശിപ്പിച്ചു. ഞാൻ അന്ന് ചോദിച്ചു, ഈ തെങ്ങ് കയറാൻ വരുന്ന ആൾക്കാരില്ലേ, അവരോട് പറഞ്ഞൊരു 4 കരിക്ക് എത്തി അതിൻ്റെ ചോട്ടിൽ വെച്ചിരുന്നെങ്കിൽ ഈ നിങ്ങളുടെ കുടുംബക്കാരെ ഏൽപ്പിച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ അവർ വെച്ചാൽ മതി, മന്ത്രമൊന്നും വേണ്ടായിരുന്നു, ചുമ്മാ വെച്ചിരുന്നെങ്കിൽ ഇത്രയും ദോഷം വരുമോ? അത്ര പോലും ലളിതമാണ് പരദേവതാ ഉപാസനയും ഈ ധർമ്മദേവങ്ങളുടെ പ്രീതി വരുത്തലും. അത് ചെയ്യാൻ കഴിയാതെ ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം മോശമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് കുറച്ച് റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് വേണ്ടി കുറേ സ്ഥലവും വിട്ടുകൊടുത്ത് എല്ലാം നശിച്ചവന്മാരെല്ലാം ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും ഇതൊക്കെ നേരെയാക്കിയതിന് ശേഷം, ഇപ്പോൾ ഒരു 3 തലമുറ പിടിക്കും ഇനി അത് നേരെയായി വരണമെങ്കിൽ. നേരെയാക്കിയതിന് ശേഷം ഇനിയെങ്കിലും ഇത് കളയാതിരുന്നാൽ ഓരോ കുടുംബങ്ങളും ഐശ്വര്യത്തോടു കൂടി ഇരിക്കും, അല്ലെങ്കിൽ ഇതെല്ലാം നശിച്ചു പോകും. അപ്പം പരദേവത ഉപാസനയ്ക്ക് അപ്പുറത്തേക്ക് മറ്റൊരു ഉപാസനയില്ല, പരദേവതയ്ക്ക് മുകളിലൊരു ദേവതയില്ല, പരദേവതയ്ക്ക് മുകളിൽ നമുക്കൊരു ധർമ്മമില്ല. അത് മനസ്സിലാക്കിയാൽ ഈ ധർമ്മോ രക്ഷിത എന്നുള്ളതിൻ്റെ തത്വം എന്താണെന്ന് മനസ്സിലാവും. നമസ്തേ.